ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും നനവില്ലാത്തൊരു ജാറ് വേണം എടുക്കാനായിട്ട്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. ഇടത്തരം വലിപ്പമുള്ള 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മുട്ട യൂസ് ചെയ്യരുത്. ഫ്രിഡ്ജിലാണ് മുട്ടയെങ്കിൽ അത് നമ്മൾ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ബൗൾ എടുക്കുമ്പം അതിലൊട്ടും നനവില്ലാത്തൊരു ബൗൾ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ബൗളിലും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡിലും ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് നമ്മളിപ്പോൾ ലോ സ്പീഡിൽ ഇട്ടാണ് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ കളർ മാറിയിട്ട് ഒരു ക്രീം കളർ കിട്ടുന്നവരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല സോഫ്റ്റ് ആൻഡ് നന്നായിട്ട് പതഞ്ഞ് അതിൻ്റെ ക്രീം കളറായിട്ടുള്ള ഒരു ടെക്സ്ചർ വേണം നമുക്ക് ഇവിടെ മുട്ട കിട്ടാനായിട്ട്. ഈ ടൈമിൽ നമുക്ക് കുറേശ്ശെയായിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ക്രീം ടെക്സ്ചറിൽ കിട്ടണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് പകരം നോർമൽ തരിയുള്ള പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും നമുക്കൊന്ന് മിക്സായി കിട്ടാനായിട്ട്. അതേ ഉള്ളൊരു പ്രോബ്ലം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് അളവിൽ വേണം മൈദ ചേർത്ത് കൊടുക്കാനായിട്ട്. മൈദ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ ഒരു ടൈമിൽ ഇനി ബീറ്റർ നമ്മൾ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ബീറ്റർ ഓഫാണ്. പിന്നെ സ്പീഡ് കുറച്ച് നമ്മൾ പെരിയെ വേണം ഇത് മിക്സ് ആക്കി എടുക്കാൻ. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയെടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ ട്രേയിലേക്കൊന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പുള്ള ട്രേ ആണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല റിബൺ കൺസിസ്റ്റൻസിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടുന്നത്. ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 25 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് മൊത്തം ഇവിടെ 30 മിനിറ്റ് വേണ്ടി വന്നു ഇത് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചൂടൊക്കെ മാറിയതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പി കൂടിയാണ്. 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.